പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദം നബി അലൈഹിസ്സലാം ഹവ്വായും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ പിശാചിൻ്റെ പ്രേരണയാലാണ് വന്നതെന്ന് നമുക്കറിയാം. അള്ളാഹു ആദം സന്തതികളോടായിട്ട് പറഞ്ഞു, മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദയ വല ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിങ്ങൾ ദുഃഖിക്കുകയോ വ്യസനിക്കുകയോ വേണ്ടി വരികയില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗം, സന്മാർഗം പിൻപറ്റുന്ന കാര്യത്തോളം. സഹോദരന്മാരെ, ആദം സന്തതികളോടായിട്ട് സ്വന്തം തറവാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗമായിട്ട് അള്ളാഹു പറയാണ്, എൻ്റെ സന്മാർഗം പിൻപറ്റുന്ന ആളുകൾക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറയുന്ന 2 വാക്കുണ്ട്. ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിക്കുകയും അവരുടെ ജനതയോട് അത് പറയുകയും ചെയ്തിട്ടും അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ച് പോകുന്നു. ഒന്ന് അള്ളാഹുവിൻ്റെ സന്ദേശവും, 2 എൻ്റെ ചര്യയുമാണ്. അത് ആര് പിൻപറ്റുന്നു അവർക്ക് നിങ്ങളുടെ തറവാട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാം. സഹോദരന്മാരെ, മനുഷ്യരുടെ തറവാടാണ് യഥാർത്ഥത്തിൽ സ്വർഗം. അതിലേക്ക് തിരിച്ചു പോകുന്നതിന് വിലങ്ങത്തടി ഇബ്ലീസാണ്. സഹോദരന്മാരെ, ഇബ്ലീസ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഷിർക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുദബ്ബിറുൽ ആലം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ സുഖമില്ലാത്തൊരു മനുഷ്യനെ പിടിച്ച് അദ്ദേഹത്തിനെ ലോകത്ത് നിയന്ത്രിക്കുന്നവനാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട ദരിദ്രരുടെ പോക്കറ്റുകൾ കീറുന്ന പൗരോഹിത്യം. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അള്ളാഹു എല്ലാത്തരും വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ശഠിച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ വെച്ച് തന്നെ നശിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. കൊടും കാറ്റുകൊണ്ടും ഘോര ശബ്ദം കൊണ്ടും ഭൂമി അടിമേൽ മറിച്ചതായിട്ടും. ആ ഒരു സമൂഹത്തിന് അതുപോലെ നമ്മെയും നമ്മുടെ സമൂഹത്തെയും മറിച്ചുകൂടായ്മയില്ല. സഹോദരന്മാരെ, ഭയങ്കര ഗുരുതരമായ ഒരു കാര്യമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള. ആ ഷിർക്ക് ചെയ്യിക്കുക എന്ന ഇബ്ലീസ് ചെയ്യുന്നത് ലോക മനുഷ്യരെ വഴികേടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, അതിൽ നിന്ന് നാം മുക്തരായിട്ടില്ലെങ്കിൽ, നാം അവർക്കെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ നാമും അവരോടൊപ്പം തന്നെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. സഹോദരന്മാരെ, നാം ഗുരുതരമായ ഈ വീഴ്ചയ്ക്കെതിരെ നാം അരോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട്. നൂഹ് നബിയും എല്ലാ പ്രവാചകന്മാരും ചെയ്ത അതേ ദൗത്യമാണ്. സഹോദരന്മാരെ, അള്ളാഹു ഇല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് ഫിറോനാവട്ടെ, ഹാമാനാവട്ടെ, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ആളുകളെയും അള്ളാഹു ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പരലോകത്തെ കഠിനമായ ശിക്ഷയുമാണ്. സഹോദരൻ, ആ കൂട്ടത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ തൗഹീദ് ഉൾക്കൊള്ളുന്ന നല്ല ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.